ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു 6 സെൻറ്റ് സ്ഥലവും അതിലൊരു 1800 സ്ക്വയർ ഫീറ്റ് വീടുമായിട്ടാണ്. ഇത് ഈ കാണുന്ന ഹൈവേയുടെ വെച്ചാൽ പാലക്കാട് ചെർപ്പുളശ്ശേരി ഹൈവേയിലൂടെ വരുമ്പോൾ 9-മൈൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്. മുണ്ടൂർ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വരുന്നതാണ് 9-മൈൽ ബസ് സ്റ്റോപ്പ്. ഈ 9-മൈൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി നിലകൊള്ളുന്നത്. നല്ല അതിമനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം പഴക്കമുണ്ട്. 10 വർഷത്തിന് മേലെ വീട്ടിന് പഴക്കമുണ്ട്. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഓക്കെ, സോ ഈ വീട് ഞാൻ പറഞ്ഞ പോലെ 1800 സ്ക്വയർ ഫീറ്റാണുള്ളത്. 2 ഗേറ്റ് ഉണ്ട്. ഒന്ന് അത്യാവശ്യം നല്ല ഒരു വീതിയുള്ള റോഡ്, ഫ്രണ്ടിൽ പഞ്ചായത്ത് റോഡാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡുണ്ട്. ചുറ്റുവട്ടം നല്ല ഒരു ഹൗസിംഗ് കോളനി തന്നെയാണ്. ഏകദേശം നമുക്ക് ഒരു യുവക്ഷേത്ര കോളേജ് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരത്താണ് കിടക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ റോഡ് ഞാൻ പറഞ്ഞ പോലെ ഒരു 500 മീറ്റർ ദൂരത്താണ് മെയിൻ റോഡ് ഉള്ളത്. മുണ്ടൂർ ജംഗ്ഷനിലേക്കൊക്കെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ മെയിൻ ജംഗ്ഷനിലേക്ക്. അതുപോലെ പാലക്കാട് ടൗണിലേക്കായാലും വലിയ ദൂരമില്ല. നല്ല ഹൈവേ ആണ് ഉള്ളത്. അടുത്ത് 500 മീറ്റർ കഴിഞ്ഞാൽ വലിയ ഹൈവേ, ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ഹൈവേ ഉള്ളത്. വീട് അത്യാവശ്യം നല്ല ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നു. ഇപ്പോൾ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. വാടകയ്ക്കാരാണ് ഇവിടെ ഉള്ളത്. അവർ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ചുറ്റുവട്ടം ആദ്യം നമുക്ക് സ്പേസൊക്കെ നോക്കാം. 4 പുറം സ്ഥലമുണ്ട്. ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ്, കയറാനുള്ള ഗേറ്റ് ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ചെടികൾ വെച്ച് ഫുള്ള് നിറച്ചിരിക്കുകയാണ്. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കുരുമുളക് ഇതിൽ പടർത്തി വിട്ടിട്ടുണ്ട്. നല്ല കുരുമുളക് ഒരു വള്ളി നന്നായിട്ടുണ്ട് ഫുള്ളായിട്ട്. അതുപോലെ തന്നെ നല്ല ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നല്ലൊരു കാർ പോർച്ചിനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഷീറ്റൊക്കെ ഇട്ട് സ്ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ തുണി ഉണങ്ങാനിടാൻ്റെ കാര്യത്തിനായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ കൃഷിക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വെളിയിൽ നിന്ന് പുറമേ നിന്നുള്ളൊരു വാഷ്റൂം ഇവിടെയുണ്ട് ബാക്ക് സൈഡിലായിട്ട്. ഒരു വാഷ്റൂം ഇവിടെയുണ്ട്. ഇത് ഇന്ത്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു വാഷ്റൂം ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ വർക്ക് ഏരിയ എന്നുള്ള ഡോർ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെയുള്ള ഇവരിപ്പോൾ തൽക്കാലം ഇത് യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇവിടെയാണ് ഒരു ഓപ്പൺ വെല്ലുള്ളത്. തൽക്കാലം ഇതിലൊക്കെ കിണറിൽ മോട്ടർ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ്. ഈ ഒരു സ്പേസ് ഈ ഒരു സൈഡിലുള്ളൂ, ചെറിയൊരു സ്പേസാണുള്ളത്. എല്ലാവരുടെയും നിറയെ ചെടികൾ വെച്ച് നിറച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നേരെ ഉള്ളിലേക്കുള്ള എൻട്രി നോക്കാം. അപ്പോൾ ഫ്രണ്ടിലെല്ലാം നല്ല ടൈൽസ് എല്ലാം പതിച്ച്, ഫ്ലോർ ടൈൽസ് എല്ലാം പതിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നല്ലൊരു വലിയൊരു സിറ്റ് ഔട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടാം. നല്ല ചാരുപടിയൊക്കെ വെച്ച് അവിടെ ഷൂവിനുള്ള ഒരു ഷൂ റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നത് വലിയൊരു ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ലിവിങ് ഏരിയ വിത്ത് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല വലിയൊരു ഹാളാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ലിവിങ് ഏരിയ വെച്ച്. അവിടെ ഒരു കർട്ടൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെപ്പറേഷൻ നമുക്കവിടെ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ കിച്ചണിലേക്കാണ് ഫസ്റ്റ് കയറുന്നത്. ഓക്കെ, സോ കിച്ചണിലെല്ലാം കബോർഡ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. താഴെയും അതുപോലെ മേലെ എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മേലെ കംപ്ലീറ്റ് ആയിട്ട് വാൾഡ്രോബ്സ് എല്ലാം സെറ്റാണ്. ഇതിൻ്റെ മേലെ എല്ലാം ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്ക്. ഇതിനോട് ചേർന്ന് വർക്ക് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളവർ അതിനെ ശരിക്കും ഒരു സ്റ്റോർ റൂം പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ആലുവ അടുപ്പുണ്ട്. പക്ഷെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റോർ റൂം പോലെ കംപ്ലീറ്റ് സാധനങ്ങൾ അവിടെ നിറച്ച് വെച്ചിരിക്കുകയാണ്. ആലുവ അടുപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഗ്യാസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡോറ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം വെളിയിലോട്ടത് ഓപ്പണിങ് ചെയ്തിട്ടില്ല. നമ്മൾ ബാക്കിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് തന്നെയാണ് ഡൈനിങ് സ്പേസ്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഏരിയയാണ്. ഇവിടെ താഴെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിലെല്ലാം കബോർഡിൻ്റെ വർക്ക് ഇൻബിൽഡായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് കബോർഡിൻ്റെ.
ഇങ്ങനെ ഒരു കബോർഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ ബെഡ്റൂമിലും കബോർഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റെയറിൻ്റെ അടിയിൽ അത് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻവെർട്ടറൊക്കെ വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കോമൺ വാഷ്റൂമാണുള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ള റൂം തന്നെയാണ്. ആ സമയത്ത് ടൈൽസിൻ്റെ കോമ്പിനേഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ള നല്ല ആ സമയത്തുള്ള ടൈൽസ് എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു വാഷ്റൂം തന്നെയാണ്. ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളുണ്ട് ഡൈനിങ് ഹാളിനോട് ചേർന്ന്. ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. സോ അത് നമ്മൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂം, ഇത് രണ്ടാമതൊരു ബെഡ്റൂം. അങ്ങനെ 2 ബെഡ്റൂമാണ്. രണ്ടിലും കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും കൂടി കോമൺ ആയിട്ടൊരു വാഷ്റൂമാണ് താഴെയുള്ളത്. അതേപോലെ മേലെയും 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമിനും അതേപോലെ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് വെച്ചിരിക്കുന്നത്. താഴെയുള്ളത് യൂറോപ്യൻ സ്റ്റൈലിലാണ്. മേലെ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതൊരു ഇന്ത്യൻ സ്റ്റൈലിലാണ് മേലത്തെ വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീട് കെട്ടിയിരിക്കുന്നത്. മേലത്തെ 2 ബെഡ്റൂമിൻ്റെ റൂഫിൻ്റെയും മേലെ സൈഡ് നോക്കുമ്പോൾ അത് ചെരിച്ച് വാർത്താണ്. ഇപ്പോൾ നമ്മൾ കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരു അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയാണ് കാണുന്നത്, ഒരു ഹാള്. ഇവിടെ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്കുള്ള ആക്സസും അതുപോലെ തന്നെ ബാൽക്കണിയിലേക്കുള്ള ആക്സസും ഇവിടെ തന്നെ ഉള്ളത്. ഫസ്റ്റ് നമുക്കൊരു ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് മേലത്തെ ഒരു ബെഡ്റൂം. അത്യാവശ്യം ഹൈറ്റ് ചെരിച്ച് വാർത്തുകൊണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് റൂമുകൾക്ക്. ഇവിടെയും കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ വാൾ ഡ്രോപ്സിൻ്റെ വർക്കില്ല, ജസ്റ്റ് ആ സ്ലാബ് വാർത്ത മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഒരു കബോർഡിൻ്റെ വർക്ക് കംപ്ലീറ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നേരെ ഒരു ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിലേക്കുള്ളത്. അതിൽ ഫസ്റ്റ് മരത്തിൻ്റെ ഒരു ഡോറും അതുപോലെ തന്നെ ഒരു ഇരുമ്പിൻ്റെ ഡോറും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ചാരുപടിയൊക്കെ എടുത്ത് നല്ലൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അത്യാവശ്യം നല്ല ഇരിക്കാൻ നല്ല സ്പേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വെളിയിൽ ചുറ്റുവട്ടം നല്ലൊരു ഹൗസിംഗ് കോളനി തന്നെയാണ്. അത്യാവശ്യം നിറയെ വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് അടുത്ത് ഇനി ഒരു ബെഡ്റൂം ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അടുത്തൊരു ബെഡ്റൂം ഉണ്ട്. അതും അതേ സ്പേസിൽ തന്നെ ഉള്ളത് അത്യാവശ്യം. ഇതിലും കബോർഡ് വർക്ക് കംപ്ലീറ്റഡ് ആണ്. ഇതും ചെരിച്ച് വാർത്ത അതുകൊണ്ട് നല്ല ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലും കബോർഡ് വർക്ക് കംപ്ലീറ്റ് ആണ്. സോ 4 ബെഡ്റൂമും ഉണ്ട് ഈ വീട്ടിനകത്ത്. 2 ബെഡ്റൂം താഴെയുള്ളതിനും കോമൺ ആണ്, മേലെയുള്ള 2 ബെഡ്റൂമിനും കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് ഇല്ല. ഇത് ഇന്ത്യൻ സ്റ്റൈലിലാണ് മേലെയുള്ളത്. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നേരെ നമ്മൾ ഒരു ടെറസ് ഏരിയയിലേക്ക് പോകണം. ഇത് മൊത്തം സ്ട്രെസ് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് ഉണങ്ങാനിടാനുള്ള നിറയെ സ്പേസ് ഉണ്ട്. അത്യാവശ്യം താഴെയുള്ള വർക്കിൻ്റെ സ്ട്രെസ് വർക്ക് ചെയ്ത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ കണ്ട ഈ വീടിൻ്റെ ടോട്ടൽ ഇത് പറഞ്ഞാൽ 6 സെൻറ്റ് സ്ഥലമാണ്. ഓപ്പൺ വെല്ലോട് കൂടിയിട്ടുള്ള ഈ ഒരു വീട് 1800 സ്ക്വയർ ഫീറ്റിലെ വീട്, 10 കൊല്ലത്തിന് മേലെ പഴക്കമുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് വെറും 40 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതും നെഗോഷ്യബിളാണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്. അതേപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ അതിന് വേണ്ട ഹെൽപ്പെല്ലാം ചെയ്യുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട് വിൽക്കാനുണ്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും വിൽക്കാനുണ്ട്, അതിൽ നമ്പർ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഓണറിൻ്റെ നമ്പർ തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും നമ്മളോട് സംസാരിക്കാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.